ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനന്ദിനെ വീഡിയോ കോളിൽ വിളിച്ച് സൂര്യ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നന്ദിനിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ആരതിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഒന്നും തന്നെ പത്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അരമണിക്കൂറിനുള്ളിൽ ഓഫീസിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് സൂര്യ ഫോണ് കട്ടാക്കുകയാണ്. അങ്ങനെ നന്ദിനി പറയാണ്, എന്തിനാണ് സൂര്യ സാർ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇങ്ങനെയൊക്കെ രാവിലെ തുടങ്ങി കാണിക്കല്ലേ? ഇതിൻ്റെ പേരിൽ എനിക്ക് ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് ചെല്ലാൻ പോലും കഴിയില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ സാറ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണേ, പത്മ മേഡം ഇതോടുകൂടി ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. പത്മ മേഡം തോറ്റു കാണുന്നത് അത് എനിക്കൊരു സുഖമുള്ള കാര്യമല്ലേ? എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എന്ന് പറയണ. പത്മയാണെങ്കിലോ യതീന്ദ്രന്റെ മുന്നിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. മാനേജർ പോയി കഴിഞ്ഞ ശേഷം കണ്ടില്ലേ അവൻ ചെയ്തത്? നമ്മുടെ കമ്പനിയിലെ മാനേജറുടെ മുന്നിൽ ഞാൻ നാണം കെടാൻ വേണ്ടിയിട്ടാണ് ഏതോ ഒരുത്തിയുടെ അടുക്കളയിൽ പോയിട്ട് ഇപ്പോൾ വീഡിയോ കോളും വഴി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനല്ലേ അവരുടെയൊക്കെ മുന്നിൽ നാണം കെടുന്നത്? അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വലിയൊരു ബിസിനസ് ആണെന്നല്ലേ അവൻ പറയുന്നത്. അപ്പോൾ ഇന്ദ്രജ പറയണേ, ഇതൊക്കെ അവൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ യതീന്ദ്രൻ പറയണേ, എന്തിനാണ് സൂര്യ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിന് നന്ദിനിയെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ പത്മ പറയും, ഓ വേലക്കാരിയെ പറഞ്ഞപ്പോഴത്തിന് നിങ്ങൾക്കന്ന് നൊന്തു അല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, അവളും അവളുടെ കൂട്ടുകാരിയും കൂടി ഇഡ്ലി ചെമ്പുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് അവളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ രണ്ടെണ്ണത്തിനെയും തല്ലി കൊല്ലും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പത്മ അകത്ത് കയറി പോവാണ്. അവളുടെ ഒരു ഇഡ്ഡലി എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പത്മ ദേഷ്യത്തിൽ അകത്ത് പോകുന്നത്. പത്മയുടെ പിറകെ വാലുപോലെ ഇന്ദ്രജയും വേദയും വിജയനും കൂടി ചെല്ലണം. ഇതൊക്കെ കാണുന്ന യതീന്ദ്രൻ പുഞ്ചിരിക്കാണ്. അങ്ങനെ പത്മയോട് വേദ പറയണ, അല്ല അമ്മ ഇനി എങ്ങനെ ഓഫീസിലേക്ക് പോകും? ആ മാനേജർ ഓഫീസിൽ പോയി പാട്ടാക്കില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയണ, അമ്മയോട് ഇനിയിപ്പോൾ സ്റ്റാഫുകളൊക്കെ ഇതിനെക്കുറിച്ചാവും ചോദിക്കുക. ഇഡ്ഡലിയെക്കുറിച്ചും ഇടിയപ്പത്തെക്കുറിച്ചുമൊക്കെ കണക്ക് ചോദിക്കലാവും പണി. അപ്പോൾ വിജയൻ പറയണ, അതൊന്നും ഇപ്പോൾ ആൻറ്റിയോടല്ല ചോദിക്കുക, എന്നോടാണ് ചോദിക്കുക. പുതിയ ബിസിനസ് ആണെന്നും പറഞ്ഞിട്ടല്ലേ സൂര്യ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പത്മ പറയണേ, ഞാനും നിൻ്റെ അച്ഛനും കൂടി ഒരു ഫംഗ്ഷന് പോവുകയാണ്. ഞങ്ങൾ നാളെയാണ് തിരിച്ചു വരും. ഞങ്ങളോടൊപ്പം രാജുവിനെയും കൂട്ടുന്നുണ്ട്. അതെന്താ അമ്മ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്? അമ്മയ്ക്കത് നാണക്കേടല്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങളിത് സംസാരിക്കുന്നത്. എനിക്കിത് നാണക്കേടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ വരെ സമയമുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏതായാലും ഓഫീസിലേക്ക് പോയി കള്ളും കുടിച്ച് ബാറിലേക്ക് പോയി കള്ളും കുടിച്ച് തിരിച്ച് എപ്പോഴാണ് വരാമെന്നൊന്നും പറയാൻ കഴിയില്ല. അതുവരെ നന്ദിനി ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കണം. അതിന് ആ സെക്യൂരിറ്റിയോട് പറയണ്ടേ? സെക്യൂരിറ്റിയോട് എങ്ങനെ പറയും എന്ന് വിജയൻ ചോദിക്കുമ്പോൾ, സ്വന്തം വീട്ടിലെ സെക്യൂരിറ്റിയെ നിലക്ക് നിർത്താൻ പോലും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ എന്ത് നാണം കെട്ടവരാണ് നിങ്ങൾ എന്ന് പത്മ പറയുമ്പോൾ വേദയും ഇന്ദ്രജയും അപ്പോൾ അമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാൻ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ നാണം കെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്ദിനിയെ ഒരു ദിവസം മുഴുവനും ആ ഗേറ്റിന് പുറത്ത് നിർത്തണം. അല്ല അവളെങ്ങാനും ഇനിയിപ്പോൾ ആരതിയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്കോ തിരിച്ചു പോയാലോ അമ്മേ? അവളും അവളുടെ അച്ഛനും അഭിമാനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാത്തവരല്ലേ? അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്നെ കാണാതെ ഉറപ്പായും അവൾ ഇവിടെ നിന്നും പോവില്ല. അതുകൊണ്ട് അവൾ ഗേറ്റിന് പുറത്ത് തന്നെയാണ് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നാളെയാണ് ഞാൻ തിരിച്ചു വരിക. അതുവരെ അവൾ അവിടെ നിൽക്കണം. അതാണ് അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ. എൻ്റെ അനുവാദമില്ലാതെയല്ലേ അവൾ ഇവിടെ നിന്നും പോയത്? അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് 3 പേർക്കും നടത്തി കാണിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എൻ്റെ മുന്നിൽ ഒരു കാര്യവും പറഞ്ഞ് നിങ്ങൾ വന്നേക്കരുത് എന്ന് പറയട്ടോ. അങ്ങനെ ഇന്ദ്രജയും വേദയും വിജയനും കൂടി നന്ദിനിയെ ഗേറ്റിന് പുറത്താക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. അതിനുവേണ്ടി സെക്യൂരിറ്റിയോട് ഗേറ്റ് പൂട്ടിയിടാം എന്ന് പറയണം എന്ന് തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ പത്മ രാജുവിനെയും യതീന്ദ്രനെയും കൂട്ടി ഫംഗ്ഷന് പോകാനൊരുങ്ങാണ്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുന്നു, അല്ല എന്തിനാ രാജുവിനെ കൊണ്ടുപോകുന്നത്? എന്താ നിങ്ങൾക്ക് രാജു വരുന്നത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, രാജുവിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ ഇവർക്കൊക്കെ കൃത്യമായിട്ട് തന്നെ ശമ്പളം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇവർ അനുസരിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ 3 പേരുമാണ് ഇവിടെ നിന്നും പോകുന്നത്. അപ്പോൾ യതീന്ദ്രന് പത്മയുടെ കാര്യത്തിൽ ഒരു സംശയം വരിക, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്തോ ഒരു വേലത്തരം ഒപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത യതീന്ദ്രൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പത്മയും രാജുവും ഇന്ദ്രനും കൂടി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ വാച്ച്മാനോട് പത്മ പറയാണ്, ഇനിയിപ്പോൾ എൻ്റെ മക്കൾ എന്താണോ പറയുന്നത് അതുപോലെ അനുസരിച്ചിരിക്കണം. നിങ്ങൾക്ക് രാത്രിയിൽ വരുന്ന സെക്യൂരിറ്റിയോട് പ്രത്യേകം പറഞ്ഞിരിക്കണം എൻ്റെ മക്കൾ എന്ത് പറയുന്നോ അതുപോലെ അനുസരിക്കണം എന്നുള്ളത്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കാൻ, അല്ല എന്തിനാണ് ഇങ്ങനെ കർശന നിയമമൊക്കെ പറയുന്നത്? അകത്തേക്ക് കയറാൻ പറ്റുന്നവരുമുണ്ട്, അകത്തേക്ക് കയറാൻ പറ്റാത്തവരുമുണ്ട്. അപ്പോൾ അതൊക്കെ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അതിലൊന്നും ഒരു ഉഴപ്പും കാണിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും അങ്ങ് പോവാട്ടോ. അങ്ങനെ പത്മ പോയി കഴിഞ്ഞ ശേഷം വിജയനും ഇന്ദ്രനും വേദയും പറയാൻ, അല്ല ആ സെക്യൂരിറ്റിയോട് പറയണ്ടേ ഗേറ്റ് പൂട്ടേണ്ട കാര്യത്തെക്കുറിച്ച്?
അപ്പോൾ വിജയൻ പറയണേ, രാത്രിയിൽ വേറൊരാളാണെന്നല്ലേ പറഞ്ഞത്, അയാളോട് പറയാം, തൽക്കാലം ഇപ്പോൾ ഇയാളോട് ഒന്നും പറയണ്ട. അതിൻ്റെ മുന്നേ സൂര്യ അളിയനോട് എന്താണ് ഇന്നത്തെ പരിപാടി എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കണം, അല്ലാതെ നമ്മളുടെ പ്ലാനുകളൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ വേദ പറയണേ, എന്തായാലും അമ്മ വരുന്ന സമയത്ത് നാളെ നന്ദിനി ഗേറ്റിന് പുറത്തിരുന്ന് ഉറങ്ങുന്നത് കാണണം, അപ്പോഴാണ് നമുക്ക് അമ്മയുടെ മുന്നിൽ ഒരു വിലയുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഒന്നും പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് രാത്രിയാവുന്ന സമയത്ത് നന്ദിനി പണികളൊക്കെ തീർത്ത ശേഷം ആരതിയുടെ വീട്ടിൽ നിന്നും സൂര്യയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ ആരതി പറയണേ, നിന്നെ തനിച്ച് വിടാൻ എനിക്കൊരു മടി, ഞാനൊരു ഓട്ടോ വിളിച്ച് നിന്നെ അവിടെ ആക്കിയ ശേഷം തിരിച്ചു വന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ, അതൊന്നും വേണ്ട, എനിക്ക് പോവാനൊന്നും ഒരു പേടിയുമില്ല, എന്നെ ആരും പിടിച്ചോണ്ട് പോവുകയുമില്ല, നിന്നെ 2-3 തവണ പിടിച്ചോണ്ട് പോയത് നിനക്ക് ഓർമ്മയുള്ളതല്ലേ, അവർക്കിപ്പം മടുത്തിട്ടുണ്ടാവും, എന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോഴാണ് നന്ദിനിയുടെ കൈ ആരതി ശ്രദ്ധിക്കുന്നത്. അയ്യോ, നിൻ്റെ കൈക്ക് നല്ല പരിക്കുണ്ടല്ലോ, നീ വീട്ടിൽ പോയ ശേഷം ഐസ് വെക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നാളെ നിനക്ക് ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, നീ അത് ചെയ്യണം നന്ദിനി എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം, നാളെ ഇവിടേക്ക് വരുമ്പോൾ കൈയൊക്കെ ഒരു കുഴപ്പമില്ലാതിരുന്നാൽ പോരെ, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അല്ല, സൂര്യയെ വിളിക്കണോ, സൂര്യയോടൊപ്പം പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, ഇനി ഞാൻ സൂര്യ സാറിൻ്റെ കൂടെ അവിടേക്ക് തിരിച്ചു പോകുന്നത് കൂടി ഉണ്ടായാലേ അത് കണ്ട ഇനി അതിൻ്റെ പേരിൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ തനിച്ച് തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിനി സൂര്യയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയം അവിടുത്തെ സെക്യൂരിറ്റി പോവുകയാണ്. എന്നിട്ട് അതിന് പകരം സുദേവൻ വരികയാണ്. അപ്പോൾ സുദേവനോട് ചോദിക്കാൻ, നല്ല വഴുകിയല്ലോ, എന്താ നിങ്ങളിങ്ങനെ നേരം വഴുകിയത് എന്ന് ചോദിക്കുമ്പോൾ അത് വരുന്ന വഴിയിൽ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് ചുറ്റി വളഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇനി ആവർത്തിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയട്ടെ. അങ്ങനെ സുദേവൻ സെക്യൂരിറ്റി ആയിട്ട് രാത്രിയത്തെ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മാസ്ക് ഇടുകയാണ്, എന്നിട്ട് പിന്നെ ഒരു മങ്കി ക്യാപ്പും ഇടുകയാണ് കേട്ടോ, ആരും തിരിച്ചറിയരുത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് 2-3 ദിവസവും ഒരു സംശയവും കൂടാതെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണേ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സുദേവൻ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നത്. ഇന്ദ്രജയും വേദയും വിജയനോട് പറയണ, അല്ല സെക്യൂരിറ്റിയോട് പറയണ്ടേ ഗേറ്റ് പൂട്ടിയിടാൻ, അല്ല സൂര്യ എങ്ങാനും വന്ന ഗേറ്റ് പൂട്ടി കിടക്കുന്നത് കണ്ട വലിയ പ്രശ്നമുണ്ടാക്കും, ഇവിടെയാണെങ്കിൽ പ്രശ്നമുണ്ടാക്കിയാൽ അങ്കിളും ആൻറ്റിയും ഇല്ല ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും, അതുകൊണ്ട് അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ സമയമായപ്പോൾ വിജയൻ ഇത്ര പേടിയാവുകയാണോ, പറയുന്നത് കേൾക്ക് വിജയ, നീ പോയി സെക്യൂരിറ്റിയോട് ഗേറ്റ് പൂട്ടിയിടാൻ വേണ്ടി പറ, സൂര്യ വരുന്ന സമയത്ത് ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറഞ്ഞാൽ മതി, അല്ലാതെ ആര് വന്നാലും ഗേറ്റ് തുറക്കരുത് എന്ന് തന്നെ പറയണം. എന്നിട്ട് വിജയൻ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം, ആ ഗേറ്റ് പൂട്ടിയേക്ക് എന്ന് പറയുമ്പോൾ അത് പിന്നെ സാർ ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി, സൂര്യ വരുമ്പോൾ മാത്രമാണ് ഗേറ്റ് തുറന്നു കൊടുക്കാൻ പാടൂ, അല്ലാതെ ആര് വന്നാലും ഗേറ്റ് തുറന്നു കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ദേവൻ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാതെ ഗേറ്റ് പൂട്ടുകയാണ്. എന്നിട്ട് വിജയൻ പറയണേ, ഇനി അങ്ങോട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞ് സുദേവനെ മാറ്റി നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രജയുടെയും വേദയുടെ അടുത്തേക്ക് വിജയൻ ചെല്ലാണ്. എന്നിട്ട് ഇന്ദ്രജ വിജയനോട് ഡോറ് കുറ്റിയിടാൻ വേണ്ടി പറയണം. അതെന്തിനാ കുറ്റിയിടുന്നത്, ഗേറ്റ് പൂട്ടിയതല്ലേ, അല്ല നന്ദിനി വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉറങ്ങി എന്ന് വേണം അവൾ കരുതാൻ, നമ്മളാരും നന്ദിനിയെ കണ്ടിട്ടില്ല എന്ന് വേണം വരുത്തി തീർക്കാൻ, അതിനാണ് ഡോർ കുറ്റിയിടാൻ വേണ്ടി പറഞ്ഞത്, നമുക്ക് നന്ദിനി വരുന്നതും പോകുന്നതും എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ബാൽക്കണിയിൽ നിന്നോട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോർ കുറ്റിയിട്ട് 3 പേരും കൂടി ബാൽക്കണിയിലേക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും നന്ദിനി ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലെത്താൻ കേട്ടോ. അങ്ങനെ ഗേറ്റ് തുറക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഗേറ്റ് പൂട്ടി കിടക്കുന്നത് കാണുമ്പോൾ ഇതെന്താ ഗേറ്റ് പൂട്ടിയിരിക്കുന്നത്, സെക്യൂരിറ്റി ചേട്ടാ ഈ ഗേറ്റ് ഒന്ന് തുറക്ക് എന്ന് പറഞ്ഞ് കുറേ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് നന്ദിനിയുടെ സൗണ്ട് കേട്ടപ്പോൾ സുദേവിന് കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ നന്ദിനി ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, അവൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു, അതിനായിരിക്കുമല്ലേ അവർ ഗേറ്റ് പൂട്ടാൻ വേണ്ടി പറഞ്ഞത്, എൻ്റെ മോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഗേറ്റ് തുറക്കാതിരിക്കുക, അയാളാണെങ്കിൽ എന്നോട് ഗേറ്റ് പൂട്ടാനും പറഞ്ഞതാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സുദേവൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രാജു ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ രാജുവിൻ്റെ ഫോണിലേക്ക് നന്ദിനി വിളിക്കുകയാണ്. അങ്ങനെ രാജു എന്താ നന്ദിനി മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പത്മ രാജു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്നെ പത്മ മേഡം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോണ് കട്ടാക്കുകയാണ്. അങ്ങനെ രാജുവിനോട് സംസാരിക്കാനും നന്ദിനിക്ക് കഴിയുന്നില്ല. അങ്ങനെ നന്ദിനിയാണെങ്കിൽ പണിയെടുത്തുകൊണ്ട് ക്ഷീണിച്ച് തളർന്നിട്ടാണ് വന്നിട്ടുണ്ടാവുക. അങ്ങനെ നന്ദിനി ഒരുപാട് വിളിക്കുകയാണ്, രിറ്റി ചേട്ടാ ഈ ഗേറ്റ് തുറക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നന്ദിനി അങ്ങ് തളരുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സുദേവൻ ഇനി ഓടി വന്ന് ഗേറ്റ് തുറക്കുകയാണ്. അങ്ങനെ സുദേവൻ്റെ കയ്യിലേക്കാണ് നന്ദിനി ഇനി തളർന്നു വീഴുന്നത്. അങ്ങനെ നന്ദിനിയെ സുദേവൻ ഇനി അവിടെ ഇരിക്കുന്ന കസേരയിൽ ഇരുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഇന്ദ്രജയും വേദയും വിജയനും ദേഷ്യം പിടിച്ചിട്ട് താഴേക്ക് വരികയാണ്. അയാളോടല്ലേ ഞാൻ പറഞ്ഞത് എന്ത് വന്നാലും ഗേറ്റ് തുറക്കരുത് എന്ന്, എന്നിട്ടിപ്പോൾ അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തിരിക്കുന്നു, അയാൾക്കിട്ട് നല്ലത് കൊടുക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടാണ് അവർ 3 പേരും കൂടി ഇനി താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഗേറ്റ് തുറന്ന് നന്ദിനിയെ കസേരയിൽ തളർന്നിരിക്കുന്ന നന്ദിനിയെ കസേരയിൽ കൊടുന്ന്
സുദേവൻ ഇരുത്താണ്. അപ്പോഴത്തേക്കും ഇന്ദ്രജ ദേഷ്യത്തിൽ താഴേക്ക് ഇറങ്ങി വന്ന് സെക്യൂരിറ്റിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്.